തെരച്ചിൽ 6ാം ദിവസം തുടരുമ്പോൾ ചൂരൽമലയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം എസ് വിജയകുമാർ വീണ്ടും ചേരുന്നു. വിജയകുമാർ, ചൂരൽമലയിൽ ദുഃഖം കനിഭവിച്ച് നിൽക്കുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ കുത്തി ഒഴുകി വരും ഒരുപാട് മനുഷ്യരുടെ ജീവനും ഒഴുകിപ്പോയി. അവരുടെ ജീവിതത്തിൽ നേടിയതെല്ലാം ഒഴുകിപ്പോയി. എല്ലാം സഹിക്കാനായ കുറേ മനുഷ്യരവിടെ ബാക്കിയായി. എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് അവിടെ നിന്ന്? എസ്കെൻ, ഈ ചൂരൽമലയിൽ ഞാൻ നിൽക്കുന്ന വെള്ളാർമലയുടെ അതിൻ്റെ സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഒരു വീടിൻ്റെ ദൃശ്യം ഇപ്പോൾ കാട്ടിത്തരാം. ആ ദൂരെ കാണുന്ന 2 വീടുകൾ അടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു വീടിൻ്റെ ആസ്പെറ്റോസ് മുഴുവൻ ഇടിഞ്ഞു, മറ്റൊരു വീടിൻ്റെ ഓടും അതിൻ്റെ താഴ്ഭാഗവും മുഴുവൻ ഇടിഞ്ഞു. ആ ഓടിട്ട വീടിൽ 2 കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. ആ കുടുംബം അത്ഭുതകരമായി അതിജീവിച്ചതിൻ്റെ ഒരു വിവരം, ഒരു കഥയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ആ വീട്ടിൻ്റെ ഉടമ, ആ വീട്ടിലെ ഗൃഹനാഥനായ സുനീഷ്, രാവിലെ നമ്മൾ ഇവിടെ വന്ന് കണ്ടതാണ്. വീട് എന്തായി എന്നറിയാൻ അദ്ദേഹം രാവിലെ ഇവിടെ വന്നതാണ്. അദ്ദേഹം പറയും എങ്ങനെയാണ് ആ രാത്രി അതിജീവിച്ചത് എന്നത്. ഒരുപക്ഷെ ജീവിതത്തിലേക്ക് ഒരു രക്ഷാകരം നീട്ടിയതിൻ്റെ ഒരു വലിയ അനുഭവമാണ് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല, അദ്ദേഹം അത് വിശദീകരിക്കും. ആ രാത്രി നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു? മരണപ്പെട്ടു പോയി തന്നെയാണ് ചിന്തിച്ചത്. കൈ വിട്ടുപോയി. രാത്രി ഒരു 12 മണി വരെ ഉണർന്നിരിക്കുകയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. പുഴയിലേക്ക് ടോർച്ചൊക്കെ എടുത്തിരിച്ച് നോക്കുമ്പോൾ മഴ കുറവായി തോന്നി. അതിന് വെള്ളമൊന്നും പുഴയിലേക്ക് പോകുന്നില്ല. അപ്പോൾ കുറച്ചു നേരം ഒന്ന് കിടക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങി. അത് ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് പെണ്ണുങ്ങളെല്ലാം തട്ടി വിളിക്കുന്നുണ്ട്, നീച്ചില്ല. അത് നനവ് കണ്ടപ്പോൾ ചാടി നീച്ചു. അപ്പോഴേക്കും വെള്ളം വീട്ടിന്റെ പകുതിയോളായി. അങ്ങനെ മോളെ എടുത്ത് സ്റ്റെയർകേസ് വഴി മേലേക്ക് വിട്ടു. അമ്മേനെ കൊണ്ടുവന്ന സമയത്ത് അമ്മ വിട്ടുപോയി. അമ്മേനെ ഹാളിലിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫും ചാടി. അവളെ പിടിക്കാൻ വേണ്ടി ഞാനും ചാടി കഴിഞ്ഞാൽ 3 ആളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു കച്ചി തിരുമ്പോൾ അമ്മേനെ എൻ്റെ കൈ കിട്ടി. വലത്തെ കയ്യിൽ എനിക്ക് കിട്ടിയ അമ്മേനെ ഞാൻ ചേർത്ത് പിടിച്ചു. വൈഫിനെ കിട്ടുന്നില്ല. അങ്ങനെ വൈഫിന് ആ ഫ്രണ്ടിലെ സിറ്റൗട്ടിലെ ജനലിൽ കമ്പിയിൽ ഒരു പിടുത്തം കിട്ടി. ഭാഗ്യത്തിന് ദൈവസഹായം കൊണ്ട് എനിക്കും അവിടെ ഒരു പിടുത്തം കിട്ടി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഫ്രണ്ടിലെ ഡോറങ്ങ് തുറന്നുവിട്, എന്നാൽ വെള്ളം അതിലേ പോകുന്നു പറഞ്ഞു. അങ്ങനെ അവൾ തുറന്നു കഴിഞ്ഞപ്പോൾ ആ ഫോഴ്സിൽ 3 ആളും കൂടി ഒരു കറക്കം കറങ്ങി അതേ ജനലിൽ തന്നെ കമ്പിയിൽ ഒരു പിടുത്തം കിട്ടി. ആ പിടുത്തം കിട്ടി കഴിഞ്ഞ് അടുക്കള വശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അടുക്കള വാതിൽ പൊട്ടിയിട്ട് ഭീമമായ ഒരു മരമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇത് തീർന്നു, ഇനി ഇവിടുന്ന് കഴിച്ചില്ലാവില്ല. 3 ആൾ മുറുക്കെ പിടിച്ചങ്ങനെ ഇരുന്നു. ആ ഇരുന്നൊരു സെക്കൻഡ് കഴിഞ്ഞാൽ അവിടെ ഹാളിൻ്റെ അങ്ങേ വശത്തെ ചുമര് മൊത്തം അങ്ങോട്ട് താഴേക്കാൻ പോയി. അപ്പം നമ്മളെ കഴുത്തിൻ്റെ അവിടെ നിന്ന് മേലെ കൂടെ പോകുന്ന വെള്ളം ഈ കഴുത്തിൻ്റെ ലെവലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി താന്നു. അപ്പോൾ എൻ്റെ ചേട്ടനും പിള്ളേക്ക് വിചാരിച്ച് ഞങ്ങൾ 3 പേരും പോയിന്ന്. അപ്പോൾ അവനെല്ലാവരും ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, ഇത് വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെണ്ണുങ്ങൾ ചുമച്ചു അറിയാതെ. ചുമച്ച് കഴിഞ്ഞപ്പോൾ ഒച്ചയായിട്ടപ്പോൾ മോൻ കേട്ടു, ഓടി വന്നു, വലിച്ച് മേലേക്ക് കയറ്റി നോക്കുമ്പോൾ അമ്മേനെ കൊണ്ട് മേലെ കടത്തി നോക്കുമ്പോൾ ശ്വാസമില്ല. കുടിക്കാൻ കൊടുക്കാൻ വെള്ളത്തിലാണ് നമ്മളുണ്ടെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അവസാനം മഴത്തുള്ളി മേലെ വീഴുന്ന ഓടിൻ്റെ ഭാഗത്ത് വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ചുണ്ട് തണച്ചു കൊടുത്ത് കഴുകി. നമുക്ക് ശ്വാസം വരുന്നില്ല. നെഞ്ചത്തെത്തി ഇടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒരു നെറ്റി ചീറ്റിലങ്ങ് ചീറ്റി. അതിനുശേഷം ആൾക്കാരെ വിളിച്ചു. അപ്പോഴേക്കും നമ്മൾ 2 സുഹൃത്തുക്കൾ വീട്ടിൻ്റെ അവിടേക്ക് എത്തി. ചളിയായിരുന്നു, ഇറങ്ങി പോകാനും കഴിയില്ല. പിള്ളേരെയും കൂട്ടി അവരും അമ്മേനെ എടുത്തു. ടൗണിന് കഴിഞ്ഞ് പാലം കഴിഞ്ഞ പാടും അടുത്ത പൊട്ടും വന്നു. അപ്പം തന്നെ ഒരു ജീപ്പ് കിട്ടി. ആ ജീപ്പിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അമ്മേനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മിംസ് ഹോസ്പിറ്റലിലേക്ക് ഭാര്യേനെയും അമ്മേനെയും ചേട്ടനെയും പറഞ്ഞു വിട്ടു. ബാക്കി മക്കളെയും കൊണ്ട് ഞാനിവിടെ ക്രിസ്ത്യൻ പള്ളിനോട് നിന്നു. രാവിലെ 6 മണിക്ക് അവരെയും കൂട്ടി മേപ്പാടി പെങ്ങളെ വീട്ടിലേക്ക് പോയി നിന്നു. അത്ഭുതമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. 2 പേരും ചെകിത്സയിലാണല്ലേ, ഭാര്യയും അമ്മയും അല്ലേ? അമ്മേനെ ഡിസ്ചാർജ് ആക്കി. പക്ഷെ അമ്മേന്റെ കൂടെ തന്നെ വൈഫും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൊട്ട് വരും. ചെറിയ പൊട്ടാണ് വരലുള്ളത്. പുത്തുമല പൊട്ടിയ സമയത്ത് നമുക്ക് ഇവിടെ ഭീഷണി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ 8ാം നമ്പറൊക്കെ പൊട്ടി നമുക്ക് ഇച്ചിരി വെള്ളം കയറിയിരുന്നു. വെള്ളം കയറി എന്നുള്ളതല്ലാതെ വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്തുള്ള വീടുകളുടെയും വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന ആളെ എടുത്ത് ഓരോരുത്തർ രക്ഷപ്പെട്ടു. കയറി ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പേ ഓരോരുത്തർ പറഞ്ഞു, എൻ്റെ അച്ഛനെ കാണാനില്ല, എൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാനില്ല, പിന്നെ എൻ്റെ ഉമ്മാനെ കാണാനില്ല. ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴും അവരെ പറ്റി വിവരം ഇല്ല അല്ലേ? പലരെ പറ്റി അതിൽ 2-3 ആളെ ബോഡി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബാക്കിൽ താമസിക്കുന്ന രാമൂട്ടിയാട്ടെന്ന് പറയും, അവിടുന്ന് കിട്ടിയിട്ടില്ല. ലക്ഷ്മി അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. ഇന്നാണോ ആദ്യമായിട്ട് വരുന്ന ഈ വീടിന്റെ അവസ്ഥ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ? ചാനലിൽ കണ്ടു എന്നല്ലാതെ നേരിട്ട് ഒന്നും കണ്ടിട്ടില്ല.
ജീവൻ തിരിച്ചു കിട്ടി എന്ന് വെച്ചാൽ അത്ഭുതകരമായി. ഇനി ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ആളുകൾ എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു സർവൈവലിന്റെ ഒരു സ്റ്റോറി കൂടിയാണ്, നമ്മൾ അതിജീവനത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ സ്റ്റോറി കൂടിയാണ്. ഞാൻ പറഞ്ഞത് അവർക്ക് ജീവൻ, ഇനിയിപ്പോൾ വീട് പോയി എന്ന് വെച്ചാൽ ആ വീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മളുടെ അധ്വാനവും സമ്പത്തും എങ്ങനെങ്കിലുമൊക്കെ വിനിയോഗിച്ച് വീടുണ്ടാക്കിയെടുക്കാം. പക്ഷേ ആളുകളെ തിരിച്ചു കിട്ടി എന്നത് വലിയ വലിയ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹവും പറയുന്നത്. ജീവിതം പോയി, മരിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു സമയത്താണ് വീടിന്റെ ജനാലയുടെ ഒരു കമ്പി കഷ്ണം ചൂരൽമലയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.